ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ഒരു വ്യാഴാഴ്ച ദിവസം നമുക്ക് ബൈബിൾ സ്റ്റഡിക്കായിട്ട് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സെഖറിയ പ്രവചനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 അധ്യായങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം അല്പമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ഉണ്ടായി. അതിൽ നിന്ന് ചില ആശയങ്ങൾ അന്ന് യഹൂദ ജനത്തോട്, ഇസ്രായേൽ ജനത്തോട് സെഖറിയ പ്രവാചകൻ സംസാരിക്കുവാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ നാം ചിന്തിച്ചു. അതോടൊപ്പം ഇന്ന് നാം ഈ പ്രവചനത്തിൻ്റെ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നു ആ വിഷയങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി. മുമ്പോട്ടുള്ള അധ്യായങ്ങളിലും ഇന്നും നാം ചിന്തിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അന്ന് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ച വചനങ്ങൾ ഇന്ന് നമ്മോട് സംസാരിക്കുന്ന വിഷയമാണ്. ഈ ഒരു പ്രവചനത്തിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ഉള്ളടക്കം, അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവചനം സെഖറിയാവ് എഴുതിയത് എന്നുള്ളത് നാം ചിന്തിച്ച വിഷയമാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. ദേവാലയത്തിൻ്റെ പണികൾ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നു. അത് ഓൾറെഡി പണിഞ്ഞ് വച്ചിരിക്കുന്ന ഒരു അടിസ്ഥാനത്തിൻ്റെ മുകളിൽ ദേവാലയം അവർ പണിയണം. അതിനുവേണ്ടി അവരെ ഉത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ് ഇവിടെ സെഖറിയ പ്രവാചകൻ പറയുന്നത്. ഹഗായിയും സെഖറിയ പ്രവാചകനും രണ്ടുപേരും ഏകദേശം ഒരു സമയത്ത്, ഹഗായി കുറച്ചുകൂടി മുമ്പ്, അത് കഴിഞ്ഞ് സെഖറിയാവ് വന്ന് പ്രവചിക്കുന്ന വിഷയങ്ങളാണ് നമുക്കറിയാവുന്നത്. 1ഉം 2ഉം അധ്യായങ്ങളിൽ നാം 3 ദർശനങ്ങളെ കണ്ടു കഴിഞ്ഞു. വി ഹവ് ഓൾറെഡി സീൻ 3 വിഷൻസ്. 1ഉം 2ഉം അധ്യായങ്ങളിൽ 3 ദർശനങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. ഈ 3ആം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ആ 3ആം അധ്യായം മുഴുവനായിട്ടും 4ാമത്തെ ദർശനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ 4ാമത്തെ ദർശനത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. നാം സാധാരണ ചെയ്യുന്നത് പോലെ നാം വരുമ്പോൾ ആ അധ്യായം ഒന്ന് വായിക്കാറുണ്ട്. 10 വാക്യങ്ങളേ ഉള്ളൂ. നമുക്ക് അധ്യായം എല്ലാവർക്കും ഓരോ വാക്യം വെച്ചെങ്കിലും വായിക്കാൻ പറ്റുന്നവർക്കെല്ലാം വായിക്കാവുന്നതാണ്. അതിൻ്റെ 1ആം വാക്യം മുതൽ 10ആം വാക്യം വരെ ഒന്ന് വായിക്കാവുന്നതാണ്. യഹോവ നിന്നെ പരിശീലിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ പരിശീലിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ അതൊക്കെ നിന്നിൽ നിന്ന് നോക്കിയിട്ട് നിന്റെ ഉത്സവവസ്ത്രം ധരിപ്പിച്ച് എന്നെ ധാരണം ചെയ്തു. അവൻ്റെ കരയിൽ വെളിപ്പെടുന്നത് ധരിക്കട്ടെ എന്നെ അവൻ ധരിച്ചു. അങ്ങനെ അവർ അവരുടെ കരയിൽ വെളിപ്പെടുന്നത് വെച്ചു അവരെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനും അടുത്ത് നിൽക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചതെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കും, എൻ്റെ പ്രകാരങ്ങളെ സൂക്ഷിക്കും. ഞാൻ നിനക്ക് ഈ നിൽക്കുന്ന അവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. നീയും നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുകയും അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരേ കരയിൽ ഞാൻ അതിൻ്റെ തുണി കൊടുക്കും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ ആദ്യം പോകുന്നു എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അന്നാളെ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലാക്കും, അത്യവശ്യത്തിന് കീഴിലേക്കും ക്ഷണിക്കും എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവനാമത്തിന് മഹത്വം. നാം 2ആം അധ്യായം അവസാനിപ്പിച്ചത് 13ആം വാക്യം വായിച്ച് ചിന്തിച്ചതാണ്. 13ആം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുൻപിൽ മിണ്ടാതിരിക്കുവിൻ.
ബി സൈലൻറ്റ് ഓൾ ഫ്ലെഷ് ബിഫോർ ദ ലോഡ്. അപ്പോൾ നാം ചിന്തിച്ചതുപോലെ ബിൽഡിംഗ് ഓഫ് ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരം, ദൈവസഭയെ പണിയുന്ന വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രവചനം മുഴുവനായിട്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവസഭ, ക്രിസ്തുവിൻ്റെ ശരീരം പണിയപ്പെടണമെങ്കിൽ ഇത് ഒരു അടിസ്ഥാന കാര്യമാണ്. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുൻപിൽ മിണ്ടാതിരിക്കുവിൻ, ബി സൈലൻറ്റ്. അപ്പോൾ ജഡത്തിന് അവിടെ യാതൊരു സ്ഥാനവുമില്ല. ക്രിസ്തുവിൻ്റെ സഭ പണിയണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ഒരു ഉണർവ് ഉണ്ടാവണമെങ്കിൽ, അവിടെ ഒരു ഉന്നതി ഉണ്ടാവണമെങ്കിൽ, പണിയപ്പെടണമെങ്കിൽ അവിടെ ജഡത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സഭയിലോ നമ്മുടെ മീറ്റിംഗ്സിലോ നമ്മുടെ ജഡത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവഹിതമല്ല, അവിടെ ദൈവത്തിൻ്റെ ഭയമില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സാധിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതാണ് അത് അവസാനിപ്പിക്കുന്നത്. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുൻപിൽ മിണ്ടാതിരിക്കുവിൻ. അത് മനസ്സിൽ വെച്ച് ആണ് നാം 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരേണ്ടത്. അവിടെ നാം ചിന്തിച്ചല്ലോ, 4-ാമത്തെ ദർശനമാണ്. ഇറ്റ് ഈസ് ദി 4th വിഷൻ വി റീഡ് ഇൻ സെക്കറിയ. നാം നേരത്തെ ആദ്യത്തെ ക്ലാസ്സുകളിൽ ചിന്തിച്ചതാണ്. 8 ദർശനങ്ങളാണ് മുഴുവനായിട്ട് ഉള്ളത്. അതിൻ്റെ 4-ാമത്തെ ദർശനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ 4-ാമത്തെ ദർശനം അവിടെ യോശുവയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ. അപ്പോൾ യോശുവയുടെ ഒരു ദർശനമാണ് നാം അവിടെ കാണുന്നത്. മഹാപുരോഹിതനായ യോശുവ അവിടെ ദൈവദൂതന്റെ മുമ്പാകെ നിൽക്കുകയാണ്. എന്നാൽ അവിടെ സംഭവിക്കുന്ന ആ ഒരു ചിത്രീകരണം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ദൈവദൂതന്റെ മുൻപാകെ നിന്ന് അവിടെ സാത്താൻ എന്ന കഥാപാത്രവുമുണ്ട്. അപ്പോൾ സാത്താൻ എന്താ ചെയ്യുന്നത്? തന്നെ കുറ്റം ആരോപിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവദൂതന്റെ മുൻപാകെ നിൽക്കുന്ന സക്കറിയാവ്, അതോടൊപ്പം സാത്താനുണ്ട്. സാത്താൻ ഈ യോശുവയെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനത്തെ ഒരു ചിത്രീകരണമാണ് നാം കാണുന്നത്. അപ്പോൾ ഈ അധ്യായം നാം പഠിക്കുമ്പോൾ മനസ്സിൽ വെക്കുക, ദൈവത്തിൻ്റെ പ്രവർത്തനം ചെയ്യുന്നവർ, പീപ്പിൾ ഹു ആർ വർക്കേഴ്സ് ഓഫ് ഗോഡ്, ദൈവിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം, അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ പറ്റുന്ന ഒരു അധ്യായമാണ് ഈ 3-ാമത്തെ അധ്യായം. ഈ ദർശനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭയെ പണിയുന്ന, ദൈവത്തിൻ്റെ സഭയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, ജനങ്ങൾ, വിശ്വാസികൾ, അവരുടെ കുറച്ച് ഗുണവിശേഷങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ എന്തോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ആ കാര്യങ്ങൾ നമുക്ക് ഈ ദർശനത്തിലൂടെ പഠിക്കുവാൻ സാധിക്കും. അപ്പോൾ യോശുവയെ നമുക്ക് കാണുവാൻ സാധിക്കും. സാത്താൻ ഈ യോശുവയെ കുറ്റപ്പെടുത്തുന്ന ഒരു ചിത്രീകരണമാണ് നാം അവിടെ വായിക്കുന്നത് 1-ാം വാക്യത്തിൽ. 2-ാം വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, യഹോവ സാത്താനോട്. അപ്പോൾ സാത്താൻ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. അപ്പോൾ 2 യഹോവ എന്ന പദം നാം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ലോർഡ് സെഡ് ടു സേറ്റൻ, ദ ലോർഡ് റിബ്യൂക്ക് യു. അപ്പോൾ 2 യഹോവ എന്ന പദം. അപ്പോൾ ആദ്യത്തെ യഹോവ എന്ന് കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു, പുത്രനായിരിക്കുന്ന ദൈവത്തെയാണ് കാണിക്കുന്നത്. 2-ാമത്തെ യഹോവ പിതാവായ ദൈവത്തെയാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നാം 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന ചിത്രം, ആ ദൂതന്റെ മുമ്പാകെ ദൈവത്തിന്റെ സന്നിധിയിൽ സാത്താൻ കുറ്റപ്പെടുത്തുകയാണ്, അക്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ സാത്താന്റെ ഒരു പ്രൈമറി ജോലി, പ്രധാനമായിട്ടുള്ള സാത്താന്റെ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവസഭയിൽ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവത്തിന്റെ ദാസന്മാരെ കുറ്റപ്പെടുത്തുവാൻ താൻ ശ്രമിക്കും. പല സമയങ്ങളിൽ ദൈവത്തിന്റെ മുൻപാകെ അത് ചെയ്യും. അത് നാം മറക്കുവാൻ പാടില്ല. ആ കാര്യം നാം ചിന്തിക്കണം. പിന്നെ ഈ 2-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ യഹോവ നാം ചിന്തിച്ചു, അത് പുത്രനായിരിക്കുന്ന ദൈവത്തെ കാണിക്കുന്നു. 2-ാമത്തെ യഹോവ, ലോർഡ്, അത് പിതാവായിരിക്കുന്ന ദൈവത്തെ കാണിക്കുന്നു. അപ്പോൾ അവിടെ ആ പിതാവായിരിക്കുന്ന ദൈവം, ആ പുത്രൻ പറയുകയാണ് സാത്താനോട്, എൻ്റെ പിതാവ് നിന്നെ ഭത്സിക്കുന്നു, റിബ്യൂക്ക് ചെയ്യുന്നു. കാരണം നീ പറയുന്ന കാര്യങ്ങളിലെ എഗെയിൻസ്റ്റ് ആയിട്ട്, അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇവിടെ പുത്രനായിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഇവിടെ കഥാപാത്രങ്ങളൊന്ന് മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക. ഒരു കോടതിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്, അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അവിടെ കുറ്റപ്പെടുത്തുന്നത് ആരെയാണ്?
ഇവിടെ യോശുവയെ, മഹാപുരോഹിതനായ യോശുവയെ കുറ്റപ്പെടുത്തുന്നു. സാത്താനാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ അവിടെ തന്നെ പുത്രനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തു പറയുകയാണ് സാത്താനോട്, എൻ്റെ പിതാവ് നിന്നെ വത്സിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ചിത്രം മനസ്സിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം നമുക്കൊന്ന് ചിന്തിക്കാം. എന്തുവാ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അക്യൂസേഷൻസ് വരാം. എന്ത് സംഭവിക്കാം? നമ്മളെ സാത്താൻ കുറ്റപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. അത് ചെയ്യുക തന്നെ ചെയ്യും. എവറി ബിലീവർ, എനി ബിലീവർ ക്യാൻ ബി അക്യൂസ്ഡ് ബൈ സേറ്റൻ. സാത്താനാൽ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാ വിശ്വാസിയുടെയും ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ആർ അഡ്വക്കേറ്റ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വക്കീലായിട്ട്, ഒരു മധ്യസ്ഥനായിട്ട് നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമ്മുടെ കേസ് വാദിക്കുന്ന ഒരു ദൈവം അവിടെ ഉണ്ട്. മാത്രമല്ല അത് പിതാവിന്റെ മുൻപിലാണ് ചെയ്യുന്നത്. പിന്നെ പിതാവാണ് ആക്ഷൻസിലേക്ക് പോകുന്നത്. അവിടെ നാം കാണുന്നത് ലോർഡ് റിബ്യൂക്ക് യു സേറ്റൻ എന്നാണ് വായിക്കുന്നത്. താഴോട്ട് നാം അതേ വാക്യത്തിൽ വായിക്കുന്നു, ഇൻഡീഡ് ദ ലോർഡ് ഹു ഹാസ് ചോസൻ ജെറുസലേം റിബ്യൂക്ക് യു. അവിടെ യെരുശലേമിനെ തിരഞ്ഞെടുത്തത് ആരാണ്? ഈ പിതാവായ കർത്താവായ ദൈവമാണ്. ആ ദൈവമാണ് ഈ ജനത്തെ, ഈ വ്യക്തിയെ, ഈ യോശുവയെ തിരഞ്ഞെടുത്തത്, അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഓർക്കുക, ഇവര് ബാബിലോണിന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തേക്ക് മടങ്ങി വന്ന, അവരുടെ ദേശത്തിലേക്ക് മടങ്ങി വന്ന ഒരു ജനമാണ്. അതിലുൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ യോശുവ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കൊണ്ടുവന്നത് ആരാണ്? ഈ ദൈവമായിരിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ചോസൻ ജെറൂസലേം. ആരാണ് ഇവരെ തിരഞ്ഞെടുത്തത്? ദൈവമാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ദൈവം തന്നെ ആധികാരികമായിട്ട് അവർ ഭർഷിക്കുന്ന ഒരു ചിത്രീകരണം നാം കാണുന്നത്. അതുകൊണ്ട് ആ ഒരു മനസ്സിൽ നമുക്ക് ബലം നൽകുന്ന ഒരു വിഷയം, നമ്മളെയൊക്കെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കർത്താവായ ദൈവമാണ്. നമ്മളെ തിരഞ്ഞെടുത്തത് ഏതെങ്കിലും മനുഷ്യനോ ഈ പറയുന്ന സാത്താനോ അല്ല. നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാബിലോണിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആ അടിമത്വത്തിൽ നിന്ന്, നമ്മുടെ എൻസ്ലേവ്ഡ് അവസ്ഥയിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? ഈ ദൈവമാണ്. അപ്പൊ ദൈവമാണ് നമ്മുടെ കേസ് വാദിക്കുന്നത്. പിതാവാണ് സാത്താന്റെ എതിരെ നിൽക്കുന്നത്. വീണ്ടും അവിടെ അവസാനത്തെ വാക്യം നാം വായിച്ചു, ഇസ് നോട്ട് ദിസ് എ ബ്രാൻഡ് പ്ലഗ്ഡ് ഫ്രം ഫയർ. അപ്പോൾ തീയിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്ത് കർത്താവ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഓരോരുത്തരെയും. അങ്ങനത്തെ ഒരു ചോദ്യമാണ് സാത്താനോട് ഈ ദൈവം ചോദിക്കുന്നത്. അപ്പോ സാത്താനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇവരെയൊക്കെയും ഞാൻ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് തീയിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. ഇവരുടെ ഗുണം കൊണ്ടല്ല, ഇവരുടെ നന്മ കൊണ്ടല്ല, ഇവരുടെ എന്തെങ്കിലും വിശേഷണം കൊണ്ടല്ല, മറിച്ച് ഞാൻ എൻ്റെ സർവാധികാരത്തിൽ ഇവരെ തിരഞ്ഞ് പിടിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അവരുടെ കേസ് ആ രീതിയിലാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഇനിയും ഈ യോശുവയെ കുറിച്ച് നാം കുറച്ചുകൂടെ ചിന്തിച്ചാൽ, അതിൻ്റെ ഹിസ്റ്റോറിക്കലി നാം ചരിത്രം നോക്കിയാൽ വചനത്തിൽ, പഴയ നിയമത്തിൽ മറ്റൊരു യോശുവയെ നമുക്ക് കാണുവാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം നമുക്ക് പരിചയമുള്ള പുസ്തകമാണ്. അവിടെ ആ യോശുവ എന്താ ചെയ്തത്? ആ മിസ്രൈം ദേശത്തിൽ നിന്ന്, അവിടുത്തെ മരുഭൂമിയിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന ഒരു യോശുവയുണ്ട്. ആ പേരുള്ള ഒരു വ്യക്തിയുണ്ട്. ഇവിടെ ഏത് യോശുവാനുള്ളത്? മഹാപുരോഹിതനായിട്ടുള്ള യോശുവാനുള്ളത്. അദ്ദേഹം എന്താ ചെയ്തത്? ബാബിലോന്റെ അടിമത്വത്തിൽ നിന്ന്, ആ ദേശത്തിൽ നിന്ന് ഇവരെ മടക്കി ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹാപുരോഹിതനായിട്ടുള്ള രണ്ടാമത്തെ യോശുവ. അപ്പോൾ ഇത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള വിഷയമാണ്. ഈ രണ്ട് കഥാപാത്രങ്ങൾ, ഇവരുടെ രണ്ടുപേരുടെ പേര് സെയിം ആണ്, യോശുവ എന്നുള്ളതാണ്. രണ്ടുപേരും എന്ത് ചെയ്തു? ഒരാള് മരുഭൂമിയിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നു, സ്വസ്ഥതയിലേക്ക് അവരെ കൊണ്ടുവന്നു. പഴയ നിയമത്തിൽ നാം കണ്ടു ആദ്യത്തെ യോശുവ. ഈ യോശുവ എന്താ ചെയ്തത്? ബാബിലോന്റെ അവസ്ഥയിൽ നിന്ന്, ആ തിന്മയുടെ അവസ്ഥയിൽ നിന്ന്, വിക്കറ്റ്നെസ്, മോശമായ ജീവിത പരിസരത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് മടക്കി ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന ഒരു യോശുവയെ കുറിച്ച് നാം കാണുന്നു. ഇത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ രണ്ട് യോശുവമാരും അവരുടെ ശുശ്രൂഷകൾ മറ്റൊരു ശുശ്രൂഷയെ കാണിക്കുന്ന വിഷയമാണ്. ജോഷുവ എന്ന വാക്കിന്റെ അർത്ഥവും യേശു എന്ന വാക്കിന്റെ അർത്ഥവും തമ്മിൽ നല്ല സാമ്യമുണ്ട്. നാം ഗ്രീക്കിൽ ചിന്തിച്ചാൽ രണ്ടിന്റെയും അർത്ഥം രക്ഷകൻ അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ദ വേർഡ് ജോഷുവ ആൻഡ് ദ വേർഡ് ജീസസ്, ദേ ആർ ലിങ്ക്ഡ് ടുഗെദർ. അവരുടെ അർത്ഥം സാൽവേഷനെ കാണിക്കുന്ന വിഷയമാണ്.
ആദ്യത്തെ ജോഷുവയുടെ പുസ്തകത്തിൽ നാം കണ്ടു, മരുഭൂമിയിൽ നിന്ന് അവരെ വിടുവിച്ച് ഇസ്രായേൽ ജനത്തെ മടക്കിക്കൊണ്ടുവന്നു കാനാൻ ദേശത്തിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ മഹാപുരോഹിതനായിരിക്കുന്ന ഈ ജോഷുവ ബാബിലോണിൽ നിന്ന് അവരെ മടക്കി ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയല്ലേ ചെയ്തത്? ഈ ലോകത്തിന് വേണ്ടി ഈ ശുശ്രൂഷകൾ, ഈ 2 ശുശ്രൂഷകളാണ് ചെയ്തത്. ഒന്ന്, ആ അടിമത്വത്തിൽ നിന്ന്, മരുഭൂമിയിൽ നിന്ന് വിജയം നമുക്ക് നൽകി സ്വസ്ഥതയിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു. അതോടൊപ്പം കറപ്റ്റ് അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള, വിക്കഡായിട്ടുള്ള ബാബിലോണിയൻ ആ ഒരു ക്രിസ്തീയ അവസ്ഥയിൽ നിന്ന് നമ്മെ എങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു? യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ശുശ്രൂഷയും നമ്മുടെ കർത്താവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായം ചിന്തിക്കുമ്പോൾ ഇതുമായിട്ട് ചേർന്ന് ചിന്തിക്കാവുന്ന ഒരു ഭാഗമാണ്. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മണവാട്ടി സഭയായിട്ട് നാം ഇരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് ഇരിക്കുമ്പോൾ, ഇത് 2ാമത്തെ ഒരു ശുശ്രൂഷയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുമായിട്ട് നമുക്കിതിനെ റിലേറ്റ് ചെയ്ത് ചിന്തിക്കാവുന്ന വിഷയമാണ്. ഇനിയും ഇവിടെ സാത്താൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നാം വായിച്ചു. ഈ സൈറ്റൻ അല്ലെങ്കിൽ സാത്താൻ്റെ അർത്ഥം അല്ലെങ്കിൽ തൻ്റെ ജോലി, ഈസ് ആൻ അഡ്വേഴ്സറി. താൻ നമുക്ക് എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന, നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന, നമ്മളെ ഡയറക്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സാത്താൻ എന്ന് പറയുന്നത്. സാത്താൻ എന്താ ഇവിടെ ചെയ്യുന്നത്? കുറ്റം ചുമത്തുകയാണ്. ഹി ഈസ് അക്യൂസിങ് ജോഷുവ ദി ഹൈ പ്രീസ്റ്റ്. അപ്പോൾ സാത്താൻ ആരുടെ മുൻപിലാണ് കുറ്റം ചുമത്തുന്നത്? ദൈവത്തിന്റെ മുൻപാകെയാണ് കുറ്റം ചുമത്തുന്നത്. അപ്പോൾ അതൊരു സാധാരണ വിഷയമല്ല. അപ്പോൾ നമുക്കറിയാം, ഈ സാത്താൻ കള്ളനാണ്, കള്ളത്തരം ചെയ്യും, നമ്മളെ കബളിപ്പിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ ഒരിക്കലും സാത്താൻ എന്ത് ചെയ്യും? കള്ളത്തരം പറയത്തില്ല. ദൈവസന്നിധിയിൽ സാത്താൻ ഒരിക്കലും ഭോഷ്ക് പറയുവാൻ, കള്ളം പറയുവാൻ സാധ്യമല്ല. കാരണം ദൈവത്തിനെല്ലാം അറിയാം. അപ്പോൾ ഇവിടെ സാത്താൻ യോശുവയെ കുറ്റപ്പെടുത്തുമ്പോൾ നാം ചിന്തിക്കേണ്ട വിഷയം, അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം, അത് മനസ്സിലാക്കണം. അത് 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 3-ാമത്തെ വാക്യം എന്തോ നാം വായിച്ചത്? എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. Now Joshua was clothed with filthy garments and standing before the angel. അപ്പോൾ ഇതാണ് സത്യം. അപ്പോ സാത്താൻ ഇവിടെ പറഞ്ഞ കാര്യം കള്ളമല്ല. സാത്താൻ ദൈവത്തിന് മുമ്പാകെ ഒരു കുറ്റം ചുമത്തുമ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട്. എന്താണ്? ഇവിടെ ദൈവവചനം അത് സമ്മതിക്കുന്നുണ്ട്. എന്താ? തൻ്റെ വസ്ത്രം എങ്ങനെയായിരുന്നു? മുഷിഞ്ഞ വസ്ത്രമായിരുന്നു. അപ്പൊ യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമായിരുന്നു. അത് ചിത്രീകരിക്കുന്നത് അവിടെ പാപത്തിന്റെ അവസ്ഥ ഈ യോശുവയുടെ ജീവിതത്തിൽ അവിടെ വന്നു പോയിട്ടുണ്ട്. തൻ്റെ വസ്ത്രം എന്താണ്? മുഷിഞ്ഞതായിട്ടുള്ള വസ്ത്രമാണ്. അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യം ആത്മീകമായിട്ട്, ബാബിലോണിൽ നിന്ന് നാം മടങ്ങി വന്നെങ്കിലും, യെരുശലേമിലേക്ക് നാം പ്രവേശിച്ചെങ്കിലും, അതിൻ്റെ അർത്ഥം നാം ക്രിസ്തീയ ജീവിതത്തിൽ നല്ല വഴിയിലേക്ക് നാം വന്നെങ്കിലും, പഴയതെല്ലാം നാം ഉപേക്ഷിച്ചെങ്കിലും, നാം ഇപ്പോഴും ഏതിലാണ് ജീവിക്കുന്നത്? ജഡത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പാപത്തിന്റെ പ്രവേശനം അല്ലെങ്കിൽ എൻ്റെ വസ്ത്രം മലിനമാവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സാത്താൻ എന്താ ചെയ്യുന്നത്? ഏറ്റവും ആദ്യം അത് കണ്ടുപിടിക്കുന്ന ആരായിരിക്കും? സാത്താനായിരിക്കും. ദൈവത്തിന് അത് അറിഞ്ഞുകൂടാ എന്നുള്ളതല്ല, മറിച്ച് സാത്താൻ അത് ആദ്യം കണ്ടുപിടിക്കും. താൻ ആദ്യം അത് ദൈവത്തിന്റെ മുൻപാകെ അവതരിപ്പിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയം, യോശുവയുടെ ഈ മഹാപുരോഹിതൻ ഇതാരാണ്? ദൈവത്തിന്റെ ദാസനാണ്, ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്തതാണ്. ഇവരെ അടിമത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ബാബിലോണിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തിൽ അവിടെ വായിക്കുന്ന വസ്ത്രം മലിനമാണ്. നമ്മുടെ ജീവിതം നാം ചിന്തിക്കണം, ഇതിനുള്ള സാധ്യത ഉണ്ട്. സിൻ ഡ്വെൽസ് ഇൻ ദ ഫ്ലഷ്. ഈ ജഡത്തിൽ നാം ആയിരിക്കുമ്പോൾ, നാം സ്വർഗത്തിൽ പോകുന്നത് വരെ ഈ പാപത്തിന്റെ സാധ്യതകൾ നമ്മുടെ ജഡത്തിലുണ്ട്. അതുകൊണ്ട് അത് നാം എപ്പോഴും ശ്രദ്ധയോടെ നാം ആയിരിക്കണം. ഇവിടെ വചനം അവിടെ ദൈവാത്മാവ് സമ്മതിക്കുകയാണ്, തൻ്റെ വസ്ത്രം മുഷിഞ്ഞതായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. വീണ്ടും നാം താഴോട്ട് വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. അവിടെ ദൈവത്തിന്റെ 2 കൂട്ടം പ്രവർത്തനങ്ങളെ ഈ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. Verse 4. When we come to verse 4, we can see 2 God's provisions. 2 കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു. അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് കാണാം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നന്മകളായിട്ട് കാണാം. 4-ാം വാക്യത്തിൽ നമുക്ക് അത് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 4-ാം വാക്യം. മുഷിഞ്ഞ വസ്ത്രം
1 അത് അവിടെ വരെ വായിക്കാം. റിമൂവ് ദ ഫിൽദി ഗാർമെന്റ്സ് ഫ്രം ഹിം. മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളയുവിൻ. റിമൂവ് ദ ഫിൽദി ഗാർമെന്റ്സ് ഫ്രം ഹിം. ഇതാണ് ദൈവം ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ചിത്രീകരണം ഇതാണ് ഈ ദർശനത്തിലൂടെ നമ്മുടെ മനസ്സിൽ വരേണ്ടിയത്. ദൈവ മക്കളുടെ ജീവിതത്തിൽ ഈ പാപം പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ വസ്ത്രം മുഷിഞ്ഞതായിട്ട് തീരുമ്പോൾ ദൈവം ചെയ്യുന്നത് ഇതാണ്: റിമൂവിങ് ദ ഫിൽദി ഗാർമെന്റ്സ് ഫ്രം അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം ചെയ്യുന്നത് ഈ വസ്ത്രം എടുത്തു മാറ്റുക. അത് ചിത്രീകരിക്കുന്നത് ഫോർഗിവ്നെസ് ആണ്. കർത്താവ് നമ്മെ ആദ്യം ക്ഷമിക്കുന്ന ഒരു കർത്താവാണ്, ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. അതാണ് ആദ്യത്തെ ബ്ലെസ്സിങ്. ഈ ദർശനം നാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടിയ വിഷയം, ഐ ഹാവ് ടേക്കൻ അവേ യുവർ ഇനിക്വിറ്റി. അത് ഒരു ഫോർഗിവ്നെസ്സിനെ കാണിക്കുന്ന ആദ്യത്തെ ചിത്രമാണ്, ആദ്യത്തെ അനുഗ്രഹമാണ്. റിമൂവ് ദ ഫിൽദി ഗാർമെന്റ്സ്. യോശുവയോട് പറയുന്ന അല്ലെങ്കിൽ അവിടെ നാം കാണുന്ന ചിത്രീകരണം തൻ്റെ മുഷിഞ്ഞ വസ്ത്രം എടുത്ത് കളയുവാനുള്ള ആഹ്വാനമാണ് കർത്താവ് അവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം കർത്താവ് ചെയ്യുന്നത് എന്തുവാണ്? അഗെയിൻ ഹി സെഡ് ടു മീ. രണ്ടാമത് എന്തുവാ പറഞ്ഞത്? നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞ് അതുകൂടെ വായിക്കാം. അത് കഴിഞ്ഞ് നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. ഫെസ്റ്റൽ റോബ്സ്, ഫെസ്റ്റീവ് ക്ലോത്ത്സ്. അപ്പോ ഈ ഫോർഗിവ്നെസ് മാത്രമല്ല, ക്ഷമ മാത്രമല്ല, അതോടൊപ്പം തന്നെ ജസ്റ്റിഫിക്കേഷനോടുണ്ട്, നീതീകരണം. കർത്താവ് നീതീകരിച്ച് എന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുകയാണ്. അപ്പൊ മുഷിഞ്ഞ വസ്ത്രം എടുത്തു കളയുന്നു, നീതിയുടെ വസ്ത്രം, നല്ല വസ്ത്രം എന്നെ ധരിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയും കൂടാണ്. അപ്പോൾ ഫോർഗിവ്നെസ് പ്ലസ് ജസ്റ്റിഫിക്കേഷൻ, ഈ രണ്ട് ശുശ്രൂഷകൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നു. യോശുവയുടെ ജീവിതത്തിൽ ആ ഒരു ദർശനം നാം കാണുമ്പോൾ, സക്രിയാവ് കാണുമ്പോൾ ഈ ഒരു കാര്യമാണ് നാം ചിന്തിക്കേണ്ടത്. ഫോർഗിവ്നെസ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. നാം അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായം 16 വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തിന്റെ മുൻപാകെയും മനുഷ്യരുടെ മുമ്പാകെ എന്ത് ചെയ്യണം? നമ്മുടെ മനസാക്ഷി എങ്ങനെ ആയിരിക്കണം? വെടിപ്പുള്ളതായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ആരുടെ മുമ്പാകെ? ദൈവത്തിന് മുൻപാകെയും മനുഷ്യന്റെ മുൻപാകെയും. അപ്പോൾ ആ ക്ലീൻ ആയിട്ടുള്ള മനസ്സില്ലാതെ നമുക്ക് ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്യുവാൻ സാധ്യമല്ല. ഇവിടെ ഏത് പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ദേവാലയം പണിയപ്പെടണം. ബിൽഡിംഗ് ഓഫ് ദി ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ ദൈവത്തിന്റെ സഭ പണിയണം. ദൈവത്തിന്റെ ശരീരത്തിന്റെ ഉന്നമതിക്ക് വേണ്ടി, അതിന്റെ ഗ്രോത്തിന് വേണ്ടി നാം എല്ലാവരും പ്രവർത്തിക്കണമെങ്കിൽ മുഷിഞ്ഞ വസ്ത്രം മാറ്റിക്കളയണം, നല്ല വസ്ത്രം, വെണ്മയായിട്ടുള്ള ഫെസ്റ്റീവ് റോബ്സ് നാം ധരിക്കണം. അത് നാം ചിന്തിക്കണം. നാം ഈ പാപത്തിൽ തന്നെ നിലനിന്നാൽ നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ഇഫ് വി ആർ ഇൻ സിൻ, നാം വെളിച്ചത്തിൽ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ രീതിയിൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. കർത്താവ് നമ്മെ ശുദ്ധീകരിച്ച് പുതിയ വസ്ത്രം ധരിപ്പിക്കുവാൻ കഴിവുള്ള, ആഗ്രഹമുള്ള ഒരു ദൈവമാണ്. ആ ഒരു ചിത്രീകരണമാണ് നാം വായിക്കുന്നത്. എന്നാൽ 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ തുടക്കം, അവിടെ കർത്താവിന്റെ പ്രവർത്തനം 4-ാം വാക്യത്തിൽ അവിടെ അവസാനിക്കുമ്പോൾ 5-ാമത്തെ വാക്യം തുടങ്ങുന്നത് ദെൻ ഐ സെഡ്. അവിടെ മലയാളത്തിൽ എങ്ങനെയാ തുടങ്ങുന്നത്? അത് മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. എന്നാൽ 5-ാം വാക്യം ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ദെൻ ഐ സെഡ്. ആരാണ് ഇവിടെ? ആരാണ് ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുന്നത്? സക്കറിയാവാണ് ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുന്നത്. സക്കറിയ പറയുകയാണ് ദെൻ ഐ സെഡ്. അപ്പോൾ ഈ ദർശനമെല്ലാം കണ്ട് സക്കറിയാവിന് വളരെ സന്തോഷമുണ്ടായി. സക്കറിയാവ് കണ്ടുകൊണ്ടിരിക്കുക യോശുവയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദർശനം. തനിക്കൊരു വസ്ത്രം മലിനമായിരുന്നു, അവിടെ മുഷിഞ്ഞതായിരുന്നു. കർത്താവ് അത് എടുത്ത് മാറ്റി, ക്ഷമിച്ചു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു. എന്നാൽ 5-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, ലെറ്റ് ദം പുട്ട് എ ക്ലീൻ ടർബൻ ഓൺ ഹിസ് ഹെഡ്. അവിടെ പറയുകയാണ്, പുതിയ വസ്ത്രം കർത്താവെ അങ്ങ് കൊടുത്തു, എന്നാൽ അത് മാത്രം പോരാ. എന്താണ് അവിടെ? അത് മലയാളത്തിൽ എന്താ? നിങ്ങളൊരു വെടിപ്പുള്ള ഒരു മൂടി അവന്റെ തലയിൽ ഒന്ന് വെക്കുക. ക്ലീൻ ടർബൻ ഓൺ ഹിസ് ഹെഡ്. അതും കൂടെ ഒന്ന് വെക്കുക. ഒരു സഹോദരൻ, നമുക്കറിയാം സക്കറിയാവും യോശുവായും ആ സമയത്ത് സഹോദരങ്ങളാണ്. അവര് തമ്മിൽ ആ ഒരു ബന്ധം സൂക്ഷിക്കുന്നവരാണ്. നമ്മുടെ സഭയുമായിട്ട് ബന്ധം നാം ചിന്തിച്ചാൽ ഒരു സഹോദരന്റെ ജീവിതത്തിൽ
ഒരു കുറവ് വന്നാൽ, ഒരു പോരായ്മ വന്നാൽ എന്താണ് നമ്മുടെയൊക്കെയും പ്രതികരണം? വാട്ട് ഈസ് ആർ റെസ്പോൺസ് ഇൻ ദി ചർച്ച്, ഇൻ ഗോഡ്സ് ചർച്ച്? എന്താണ് നമ്മുടെ പ്രതികരണം? ഇവിടെ കർത്താവ് അതിനെ ക്ഷമിച്ച്, കർത്താവ് പുതിയ വസ്ത്രം ധരിപ്പിച്ചു കഴിഞ്ഞ് ഈ അടുത്ത് ഇതൊക്കെ കണ്ട് നിൽക്കുന്ന സഹോദരൻ പറയുകയാണ്, കർത്താവെ അത് പോരാ, എന്ത് ചെയ്യുക? ഇവന്റെ തലയിൽ ഒരു വെടിപ്പുള്ള ഒരു മൂടിയും കൂടെ ഒന്ന് ധരിപ്പിക്കുക, ഒന്ന് വെക്കുക. ലെറ്റ് ഹിം ബി ഗ്ലോറിഫൈഡ് മോർ. കുറച്ചുകൂടെ ആദരവ് അവന് കൊടുക്കുക. നാം പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ, പുറപ്പാട് പുസ്തകമൊക്കെ നാം വായിക്കുമ്പോൾ, അന്ന് മഹാപുരോഹിതന്റെ തലയിൽ നാം ഈ ടർബൻ വെക്കുന്നത്, ഇങ്ങനത്തെ ഒരു മൂടി വെക്കുന്നത് അതിന്റെ ശോഭയെ വർദ്ധിപ്പിക്കുന്ന, അവരുടെ ആദരവിനെ വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ സെഖറിയാവ് വളരെ നല്ല മനസ്സോടെ പറയുകയാണ്, ഈ യോശുവയെ ഇങ്ങനെ മാത്രം വസ്ത്രം ധരിപ്പിച്ചാൽ പോരാ, തലയിൽ ഒരു ടർബൻ കൂടെ വെക്കണം, ഒരു വെടിപ്പുള്ള ക്ലീൻ ആയിട്ടുള്ള നല്ല വെള്ള ഒരു ടർബൻ കൂടെ വെക്കണം. എന്താണ് ഇത് നമ്മെ സൂചിപ്പിക്കുന്നത്? മേക്കിംഗ് എ ബ്രദർ better and glorious and honorable in the sight of God. ദൈവസന്നിധിയിൽ ഇങ്ങനെ മടങ്ങി വരുന്ന, ദൈവം വെടിപ്പാക്കുന്ന, ദൈവം ക്ഷമിക്കുന്ന, ദൈവം പുതിയ വസ്ത്രം നൽകുന്ന ഒരു സഹോദരനെ നാം എന്താ ചെയ്യേണ്ടത്? കൂട്ടു സഹോദരന്മാർ എന്താ ചെയ്യേണ്ടത്? പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ആദരവ് കൊടുക്കുവാനുള്ള മനസ്സാണ് എല്ലാവർക്കും അന്യോന്യം ഉണ്ടാകേണ്ടത്. അതാണ് സെഖറിയാവിന് ഉണ്ടായത്. പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഇതൊരു വലിയ പോരായ്മയാണ്. ഒരു കുറവുള്ള സഹോദരൻ, ഒരു കുറവുള്ള സഹോദരി, എന്തെങ്കിലും ഒരു പിന്മാറ്റത്തിൽ പോകുന്ന വ്യക്തിയെ നാം മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കാറുമില്ല. ഇനിയും ദൈവം അതിനുവേണ്ടി മുഖാന്തരങ്ങളെ ഒരുക്കി മടങ്ങി വരുമ്പോഴും വീണ്ടും നാം കുറ്റപ്പെടുത്തുവാനാണ് പല രീതിയിൽ ശ്രമിക്കുന്നത്. അന്യോന്യം നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ എല്ലാ ചിന്താമണ്ഡലങ്ങൾ ഈ രീതിയിലാണ്. സെഖറിയാവ് തന്റെ കൂട്ടു സഹോദരനോട് ഉള്ള മനോഭാവം, പുട്ട് എ ക്ലീൻ റോബ്, ടർബൻ ഓൺ ഹിസ് ഹെഡ്, തന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മൂടിയും കൂടെ വെക്കുവാനുള്ള ഒരു ആഗ്രഹമാണ് സെഖറിയാവ് പ്രകടിപ്പിച്ചത്. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കട്ടെ. ആ രീതിയിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് കൂടുതൽ ആദരവ് കൊടുക്കുവാൻ, നമ്മളെക്കാട്ടിലും ഒരു പടി കൂടുതൽ അവർക്ക് ഓണർ കൊടുക്കുവാൻ, മഹത്വം കൊടുക്കുവാൻ നമ്മളാൽ കഴിയട്ടെ. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നാം അവിടെ വായിക്കുന്ന ഈ കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ 2 ശുശ്രൂഷകൾ നാം കണ്ടു. ഒന്ന് സാത്താന്റെ ശുശ്രൂഷ കണ്ടു, 2 ക്രിസ്തുവിന്റെ ശുശ്രൂഷ കണ്ടു. എന്താണ് സാത്താന്റെ ശുശ്രൂഷ? സാത്താന്റെ ശുശ്രൂഷയാണ് അക്യൂസേഷൻ, കുറ്റപ്പെടുത്തുക എന്നുള്ളത് ആരുടെ ശുശ്രൂഷയാണ്? സാത്താന്റെ ശുശ്രൂഷയാണ്. ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്താണ്? വാട്ട് ഈസ് ദ മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്? അവിടെ ക്രിസ്തു ചെയ്യുന്നത് ഇന്റർസെഷൻ ആണ്, അഡ്വക്കേറ്റ് ആണ്. താൻ മധ്യസ്ഥത നിൽക്കുകയാണ്, വക്കീലായിട്ട് നിൽക്കുകയാണ്, ആ കേസ് വാദിക്കുകയാണ്. നാം ഏത് ഭാഗത്താണ് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്? നാം ദൈവസഭയിൽ ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ സഭ പണിയുന്നവരാണെങ്കിൽ ഏത് ഭാഗത്താണ് നാം നിൽക്കുന്നത്? സാത്താന്റെ ഭാഗത്താണോ ക്രിസ്തുവിന്റെ ഭാഗത്താണോ? നാം ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നാം എന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി മനസ്സിൽ. നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ വി ആർ അക്യൂസേഴ്സ്, നാം സാത്താന്റെ ഭാഗത്താണ്. നാം ഈ ക്രിസ്തുവിന്റെ ഭാഗത്താവണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം മധ്യസ്ഥത നിൽക്കുന്നവരായിരിക്കും, പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും. നാം അവരുടെ കുറവുകൾ അവരുടെ പോക്കി നല്ല വഴിയിലേക്ക് കൊണ്ടുവരുന്നവരായിരിക്കും. അവർക്ക് കൂടുതൽ ആദരവ് കൊടുക്കുന്നവരായിരിക്കും. ദൈവം ക്ഷമിച്ചവരെ, ദൈവം പുതിയ വസ്ത്രം ധരിപ്പിച്ചവരെ കൂടുതൽ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നവരായിരിക്കും. ആ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ നാം ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്, ആ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഹൂസ് സൈഡ് ആർ വി? അത് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു വിഷയമാണ്. 6ഉം 7ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വേഴ്സസ് 6 and 7. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രകാരങ്ങൾ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ഞാൻ നിനക്ക് ആഗമനം അനുവദിക്കുകയും ചെയ്യും. അപ്പോ കർത്താവ് ഇവിടെ ചെയ്ത ശുശ്രൂഷ നാം എല്ലാവരും കണ്ടു, പഠിച്ചു, ധ്യാനിച്ചു. എന്താണ് ചെയ്തത്? യോശുവയുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. ആ വസ്ത്രം മലിനമായിരുന്നു, മുഷിഞ്ഞതായിരുന്നു. അതെടുത്ത് മാറ്റി പുതിയ വസ്ത്രം ധരിപ്പിച്ചു. സെഖറിയാവിന്റെ ആഗ്രഹപ്രകാരം തലയിൽ ഒരു നല്ല വെടിപ്പുള്ള ഒരു മൂടിയും ധരിപ്പിച്ചു. എന്നാൽ ഇവിടെ 6ഉം 7ഉം വാക്യത്തിൽ കർത്താവ്, ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അഡ്മോണിഷ്ഡ്
ജോഷുവ, യഹോവ അവിടെ ഇപ്രകാരം അരുളി ചെയ്തു, ഈ പ്രകാരം പറയുകയാണ്, താൻ കൽപ്പിക്കുകയാണ്. അപ്പൊ ഒരാളെ ദൈവത്തിന്റെ വഴിയിലേക്ക് മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ദൈവത്തിന് ഒരു ഉപദേശം കൊടുക്കാനുണ്ട്. ദൈവം വെറുതെ വിടുകയല്ല. ദൈവം പറയുകയാണ്, നീ മടങ്ങി വന്നു, ഞാൻ നിന്നെ ക്ഷമിച്ചു, നിനക്ക് പുതിയ വസ്ത്രം നൽകി, നിന്നെ മടക്കി കൊണ്ടുവന്നു. നീ ഇനി വെറുതെ ആ രീതിയിൽ ജീവിച്ചാൽ പോരാ, നിനക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. നീ ഇതൊക്കെ ചെയ്താൽ ഞാൻ പിന്നീട് ചില കാര്യങ്ങൾ അനുവദിക്കും. എന്താണ് നാം വായിച്ചത് 7-ാം വാക്യത്തിൽ? ഇഫ് യു വിൽ വാക്ക് ഇൻ മൈ വേസ്, നീ എന്റെ വഴികളിൽ നടന്നാൽ, മാത്രമല്ല നീ എന്റെ കാര്യം നോക്കിയാൽ, നീ എന്റെ വഴികളിൽ നടന്നാൽ, നീ എന്റെ കാര്യം നോക്കിയാൽ, എന്റെ ആലയത്തിന്റെ കാര്യങ്ങൾ നീ പരിചരിച്ചാൽ, ഈ കാര്യങ്ങളാണ് അവിടെ നാം കാണുന്നത്. നീ എന്റെ വഴിയിൽ നടന്നാൽ, നീ എന്റെ കാര്യങ്ങൾ നോക്കിയാൽ. ഇനിയും ഈ യോശുവ എന്ന മഹാപുരോഹിതന് ചെയ്യാനുള്ള ഈ കാര്യം ഇതാണ്: നീ എന്റെ വഴിയിൽ നടക്കണം. യു ഹാവ് ടു വാക്ക് ഇൻ മൈ വേസ് ആൻഡ് യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മൈ തിങ്സ്. ഞാൻ പറയുന്ന എന്റെ കാര്യങ്ങൾ നീ നോക്കണം. അങ്ങനെ ചെയ്താൽ, അങ്ങനെ ചെയ്താൽ, ഇഫ് യു ഡു ദിസ്, നീ ഈ 2 കാര്യങ്ങൾ ഇനിയും ചെയ്താൽ, നീ ശുദ്ധീകരിക്കപ്പെട്ടു, നിന്റെ വസ്ത്രം ഇപ്പൊ പുതിയതാണ്. ഇപ്പോൾ നീ ആലയത്തിലേക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ, എന്റെ സഭയെ പണിയുവാൻ, എന്റെ ആലയം പണിയുവാൻ നീ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, then you will also govern my house. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെയാണെങ്കിൽ നീ എന്റെ ആലയത്തെ പരിപാലിക്കുവാനുള്ള അനുവാദം ഞാൻ നിനക്ക് തരും. മാത്രമല്ല, you will also have charge of my courts. എന്റെ പ്രാകാരങ്ങളെ നീ സൂക്ഷിക്കും. മാത്രമല്ല, അവിടെ വരുവാനുള്ള, അവിടുത്തെ ആഗമനത്തിന് വേണ്ടിയുള്ള അനുവാദം ഞാൻ നിനക്ക് നൽകും. ആരാ ഇത് പറയുന്നത്? സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവമാണ് ഈ ദർശനത്തിലൂടെ ഈ കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തുന്നത്. നമ്മോട് പറയുന്നത്, നാം ദൈവ വഴിയിലേക്ക് മടങ്ങി വന്ന് ദേവാലയം പണിയുവാൻ, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തെ പണിയുവാൻ നാം ആഗ്രഹത്തോടെ നിന്നാൽ, എന്താ ഇവിടെ പറയുന്നത്? ഇഫ് യു വിൽ വാക്ക്, എന്റെ വഴികളിൽ നടക്കണം, എന്റെ കാര്യങ്ങൾ നീ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിനെ പരിപാലിക്കുവാനുള്ള അധികാരം, ഇതിനെ സൂക്ഷിക്കുവാനുള്ള അധികാരം, ഇവിടെ പ്രവേശിക്കുവാനുള്ള അധികാരം ഞാൻ നിനക്ക് തരികയുള്ളൂ. ഇത് യഹോവയുടെ അരുളപ്പാടാണ്, മറ്റാരുടെയും അരുളപ്പാടല്ല. നമ്മോട് എന്താണ് ഇത് ഓർപ്പിക്കുന്നത്? പലപ്പോഴും നാം ഈ പുതിയ നിയമസഭയായിട്ട് കൃപായുഗത്തിൽ നാം ദൈവാലയത്തിൽ കടന്നു വരുമ്പോൾ, പ്രത്യക്ഷത്തിൽ നമുക്കറിയാം അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലം നമുക്കില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഈ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഭയവും ഭക്തിയും നമുക്കുണ്ടോ? ദേവാലയത്തിൽ നാം കടന്നു വരുന്ന ആ ഒരു ചിന്ത നമുക്കുണ്ടോ? കർത്താവിന്റെ ഇവിടെ പറയുന്നത്, എന്റെ വഴികളിൽ നടന്ന് എന്റെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിനക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദമുള്ളൂ. പലപ്പോഴും നാം ഈ 2ാമത്തെ ഭാഗത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ കാര്യങ്ങൾ നമുക്കുണ്ടെന്ന് ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുകയാണ്. നാം ഈ ദൈവത്തിന്റെ ആലയത്തെ പരിചരിക്കുവാൻ സ്വയമേ ശ്രമിക്കുകയാണ്. നാം ഈ പ്രാകാരങ്ങളെ സൂക്ഷിക്കുവാൻ സ്വയമേ ശ്രമിക്കുകയാണ്. നാം ദൈവത്തിന്റെ ആലയത്തിലേക്ക് സ്വയമേ പ്രവേശിച്ചു എന്ന് വിചാരിക്കുകയാണ്. ദൈവത്തിന്റെ വഴികളിൽ നടക്കാതെ, ദൈവത്തിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കാതെ, അത് ചെയ്യാതെ ദൈവം ഇത് അനുവദിക്കുകയില്ല. അത് ശരിയായിട്ട് നടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിന്റെ വഴികളിൽ നടന്ന് ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ബാക്കി കാര്യങ്ങൾ കർത്താവ് നമുക്ക് അനുവാദം നൽകുന്നത്. ഈ ദർശനത്തിലൂടെ ആ കാര്യവും നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. വീണ്ടും അതിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വേഴ്സസ് 8 and 9. ഞാൻ എൻ്റെ ദാസനായ മുള എന്ന് അവനെ ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണുണ്ട്. ഞാൻ അതിൻ്റെ കുത്തുപണി കുത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകത്യം പോകും എന്ന് സൈനികരുടെ യഹോവയുടെ അരുളപ്പാട്. അവിടെ 8ാം വാക്യത്തിൽ ഒരു പ്രത്യേക പദം നാം അവിടെ വായിക്കുന്നു. അതിന്റെ അവസാന ഭാഗത്തേക്ക്, ഫോർ ബിഹോൾഡ് ഐ ആം ഗോയിങ് ടു ബ്രിങ് ഇൻ മൈ സെർവൻറ്റ് ദ ബ്രാഞ്ച്. അവിടെ നാം വായിക്കുന്നത്, ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും. എന്താണ് ഈ ബ്രാഞ്ച്? എന്താണ് ഇതിനെക്കുറിച്ച് നാം കാണുന്നത്? അത് കർത്താവായ യേശു ക്രിസ്തുവിനെ സിംബലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അവിടെ കർത്താവിനെ കുറിച്ച് 8ഉം 9ഉം വാക്യങ്ങളിൽ 3 പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മൈ സെർവൻറ്റ്,
എൻ്റെ ദാസൻ, അത് നമ്മുടെ കർത്താവിനെ സൂചിപ്പിക്കുന്നു. പിന്നീട് ആ മുള എന്നുള്ളത്, ബ്രാഞ്ച് എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം നാം 9-ാം വാക്യത്തിൽ വായിക്കുന്ന സ്റ്റോൺ, ആ കല്ല്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. പല ക്രോസ് റെഫറൻസസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ മുളയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി, ബ്രാഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്കൊരു ഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം അതിൻ്റെ 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഐസയ ചാപ്റ്റർ 11 വേഴ്സസ് 1 down to 3 നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ 3-ാം വാക്യം. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ. മതി. അപ്പോ എന്നാൽ യെശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും എന്ന് നാം കാണുന്നത്. Then shoot will spring from the stem of Jesse and a branch from his roots will bear fruit. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാം തൻ്റെ ജനനത്തോടുള്ള അനുബന്ധത്തിലും നാം കാണുന്നു, ദാവീദിന്റെ സന്തതി അല്ലെങ്കിൽ ആ യെശയ്യായുടെ ആ ഒരു കുറ്റിയിൽ നിന്ന് പുറപ്പെടുവിച്ചു വന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ബ്രാഞ്ച്, മുള എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രം ജെസ്സിസ് റൂട്ട്സ്, ജെസ്സിയുടെ ആ കുറ്റിയിൽ നിന്ന് മുളച്ചു വന്ന ഒരു ബ്രാഞ്ചായിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. 2-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ ആത്മാവിനെ കുറിച്ച്. അവിടെ യഹോവയുടെ ആത്മാവിന്റെ 7 കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 7-fold സ്പിരിറ്റ്സ്, അത് തന്നെയാണ് നാം ഈ സെക്കറിയ പ്രവചനത്തിൽ അതിന്റെ ഒരു ദർശനമാണ് നാം കാണുന്നത്. 7 eyes സിംബലൈസിങ് 7-fold സ്പിരിറ്റ്സ്. അവിടെ യെശയ്യാ 11-ന്റെ 2-ാം വാക്യത്തിൽ 1ഉം 2ഉം വാക്യത്തിൽ കണ്ട സ്പിരിറ്റ്സ്, അവിടെ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, കൗൺസിൽ, സ്ട്രെങ്ത്, നോളജ്, ഫിയർ, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ഈ 7 കൂട്ടം സ്പിരിറ്റ്സ്, ആത്മാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് തന്നെ വെളിപ്പാട് പുസ്തകത്തിലും നാം 7 കൂട്ടം ആത്മാക്കളെ കുറിച്ച് വായിക്കുന്നു. അപ്പൊ ഈ ചിത്രീകരണങ്ങളെല്ലാം എടുത്ത് നമ്മുടെ കർത്താവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. താഴെ നമ്മൾ കല്ലിനെ കുറിച്ച് 9-ാം വാക്യത്തിൽ വായിച്ചു, ദ സ്റ്റോൺ. അവിടെ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിലും നമ്മുടെ ദാനിയേലിന്റെ ആ ഒരു ദർശനത്തിലും നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് മൂലക്കല്ലായിട്ട് ഇരിക്കുന്നത്. ഹി ഈസ് ദ കോർണർ സ്റ്റോൺ. അപ്പൊ ഈ ചിത്രീകരണങ്ങൾ, മൈ സെർവന്റ്, എന്റെ ദാസൻ, പിന്നീട് മുളയെക്കുറിച്ച് ബ്രാഞ്ച്, പിന്നീട് ആ കല്ലിനെ കുറിച്ചൊക്കെ നാം വായിക്കുമ്പോൾ 7 കൂട്ടം അല്ലെങ്കിൽ 7 ആത്മാക്കൾ, 7-fold സ്പിരിറ്റ്സ്, ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന വസ്തുതയാണ്. അവിടെ അതിനോട് അനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പറ്റുന്ന ഒരു വാക്യമാണ് 2 തിമോത്തിയോസ് 2-ാം അധ്യായം 19-ാം വാക്യം. അതൊന്ന് നമുക്ക് വായിക്കാം. അതിൽ നിന്ന് ഈ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കാൻ. ബിഹോൾഡ് ഐ വിൽ എൻഗ്രേവ് ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ ഇറ്റ്. അതിൽ ഞാൻ ഒരു കാര്യം, ഒരു കൊത്തുപണി ഞാൻ ചെയ്തിട്ടുണ്ട് ആ കല്ലുകളിൽ. അതിനെ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് 2 തിമോത്തിയോസ് 2-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിക്കാം. 2 തിമോത്തിയോസ് അത് ഒന്ന്, കർത്താവിന് തനിക്കുള്ളവരെ അറിയാം. അപ്പോൾ കർത്താവ് കല്ലിന്റെ മേൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, കൊത്തി പണിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ കർത്താവിന് വ്യക്തമായിട്ട് അറിയാം തനിക്കുള്ളവർ ആരാണ്. അതിന് യാതൊരു സംശയം കർത്താവിനില്ല. കർത്താവിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ, കർത്താവിന്റെ തിരിച്ചറിവിൽ യാതൊരു വ്യത്യാസവുമില്ല. തനിക്ക് വ്യക്തമായിട്ട് അറിയാം തനിക്കുള്ളവർ ആരാണ്. സഭയിൽ വരുന്ന എല്ലാവരും തനിക്കുള്ളവരാവണമെന്നില്ല. ഈ ലോകത്തിൽ ദൈവമേ ദൈവമേ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എല്ലാവരും തനിക്കുള്ളവരാവണമെന്നില്ല. എന്നാൽ കർത്താവിന് എന്തറിയാം? നന്നായിട്ട് അറിയാം തനിക്കുള്ളവർ ആരാണ്. എന്നാൽ നമുക്കെങ്ങനെ മനസ്സിലാവും? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ താഴോട്ട്. നമുക്കെങ്ങനെ മനസ്സിലാവും ദൈവത്തിനുള്ളവർ ആരാണെന്ന്? അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ. അപ്പോ ദൈവത്തിന് തന്റെ സർവജ്ഞാനത്തിൽ തനിക്കുള്ളവരെ നന്നായിട്ട് അറിയാം. താൻ അത് കൊത്തി പണിഞ്ഞ് അത് വെച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യരായിരിക്കുന്ന നമുക്ക് അല്പമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി ഇത് സഹായിക്കും. അനീതി വിട്ട്, എന്തോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ വായിക്കാമോ? അനീതി വിട്ട് അകന്ന് ജീവിക്കുന്നവരാരാണ്? കർത്താവിനുള്ളവർ ആണ്. അപ്പോൾ അനീതി ചെയ്യുന്നവർ ആരാണ്? കർത്താവിനുള്ളവർ അല്ല.
ഇത് കണ്ട് മനുഷ്യരായ നമുക്ക് ഒന്ന് അതിനെക്കുറിച്ച് വിഭജിക്കുവാൻ സാധിക്കും. കർത്താവിനുള്ളവർ ആരാണ്, അല്ലാത്തവർ ആരാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ താഴേക്ക് അവസാനത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വേഴ്സ് 10, സെക്കറിയ 3-ാം അധ്യായം 10-ാം വാക്യം. അന്നാളിൽ നിങ്ങൾ ഓരോരുത്തർ താത്താന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്യവൃക്ഷത്തിന് കീഴിലേക്കും ക്ഷണിക്കും എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഇത് ചിത്രീകരണം. മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന്റെ കീഴിലേക്കും ക്ഷണിക്കും എന്ന് പറയുന്നത് കർത്താവിന്റെ വിശ്രാമത്തെ, കർത്താവിന്റെ സ്വസ്ഥതയെ പ്രവേശിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്ന വിഷയമാണ്. ഐ വിൽ റിമൂവ് ദ ഇനിക്വിറ്റി ഓഫ് ദാറ്റ് ലാൻഡ് ഇൻ വൺ ഡേ. അവിടെ പറയുന്നത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട്, 9-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം, ഞാൻ ഒരു ദിവസം കൊണ്ട് അവരുടെ അകൃത്യങ്ങൾ എല്ലാം നീക്കിക്കളയും എന്ന് പറയുന്നത് നമ്മുടെ കാൽവരി ക്രൂശിൽ അതാണ് സംഭവിച്ചത്. അതിനെ ചിത്രീകരിക്കുന്ന ഒരു രംഗമാണ്. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ യാഗം കൊണ്ട് കർത്താവ് സകല അകൃത്യവും നീക്കിയ ഒരു ദർശനമാണ് നാം അവിടെ കാണുന്നത്. അങ്ങനെ അകൃത്യങ്ങളെല്ലാം നീക്കിയ അല്ലെങ്കിൽ മാറിപ്പോയ കർത്താവിന്റെ വിശ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദർശനമാണ് നാം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. എവ്രി വൺ ഓഫ് യു വിൽ ഇൻവൈറ്റ് ഹിസ് നെയ്ബർ ടു സിറ്റ് അണ്ടർ ഹിസ് വൈൻ ആൻഡ് അണ്ടർ ഹിസ് ഫിഗ് ട്രീ. അപ്പോൾ അതിൻ്റെ കീഴിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വസ്ഥത അനുഭവിക്കുക. പുതിയൊരു വഴി തുറന്നിരിക്കുകയാണ്, പുതിയൊരു മാർഗം തുറന്നിരിക്കുകയാണ്. നമുക്ക് അത് കർത്താവ് തുറന്ന് തന്നിരിക്കുകയാണ്. നാം അതിൻ്റെ കീഴിൽ ഇരിക്കുമ്പോൾ വിശ്രാമത്തിന്റെ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ. സിറ്റിംഗ് അണ്ടർ വൈൻ ആൻഡ് സിറ്റിംഗ് അണ്ടർ ഫിഗ് ട്രീ ഈസ് പിക്ചറൈസേഷൻ ഓഫ് റെസ്റ്റ് ആൻഡ് വിക്ടറി. നമ്മുടെ വിജയത്തിന്റെയും വിശ്രാമത്തിന്റെയും ഒരു ചിത്രീകരണമാണ് നാം ഇവിടെ കാണുന്നത്. ഈ അധ്യായം 10 വാക്യങ്ങൾ നാം അല്പമായിട്ട് ചിന്തിച്ചപ്പോൾ നാം ചിന്തിച്ച വിഷയങ്ങൾ നാം ഒന്ന് മനസ്സിൽ അയവിറക്കുക. ദൈവത്തിന്റെ ആലയത്തെ പണിയുവാനുള്ള ആഹ്വാനമാണ് സെഖറിയാവ് കൊടുക്കുന്നത്. ഇന്ന് നാം ഇത് വായിക്കുമ്പോൾ ദൈവത്തിന്റെ സഭയെ നാം പണിയുവാൻ കടപ്പെട്ടവരാണ്, നാം അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടിയവരാണ്. നമ്മോടാണ് ഇത് സംസാരിക്കുന്നത്. നാം എന്തൊക്കെ കണ്ടു? നമുക്ക് ഈ രീതിയിൽ നമ്മുടെ വസ്ത്രമൊക്കെയും മുഷിഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് നാം മനസ്സിലാക്കി. നാം ഈ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ, ദൈവസഭയിൽ തന്നെ ആയിരിക്കുമ്പോൾ, ദൈവജനമായിട്ട് തന്നെ ഇരിക്കുമ്പോൾ സാധ്യതകളുണ്ട് എൻ്റെ വസ്ത്രം മുഷിയുവാൻ, പാപത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ, പാപത്തിൽ വീണു പോകുവാൻ. എന്നാൽ എനിക്കെന്തുണ്ട്? ഒരു ആശ്വാസമുണ്ട്. ആശ്വാസം ഇതാണ്: എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവും പിതാവായ ദൈവവും എനിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? എൻ്റെ അഡ്വക്കേറ്റ് ആണ്. എനിക്ക് വേണ്ടി താൻ വാദിക്കുകയാണ് പിതാവിന്റെ മുൻപിൽ. പിതാവാണ് സാത്താനെ ഭത്സിക്കുന്നത്. പിതാവ് എന്താണ് പറയുന്നത്? ഞാനാണ് ഇവനെ തിരഞ്ഞെടുത്തത്. എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കുള്ളവർ ആരാണ്. എനിക്കറിയാം ഞാൻ ഇവരെ തീയിൽ നിന്ന് എന്തുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്. ഇവരുടെ ഗുണവിശേഷം കണ്ടിട്ടല്ല, എൻ്റെ സർവാധികാരത്തിലാണ്. നാം എല്ലാം അത് അംഗീകരിക്കുന്ന വസ്തുതയാണ്. നമ്മുടെ എന്തെങ്കിലും ഗുണം കൊണ്ടാണോ നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചാർച്ചക്കാര്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, ഈ ലോകത്തിൽ നമുക്ക് അറിയാവുന്നവർ, അറിയാത്തവര്, നമ്മളെക്കാട്ടിലും നന്മകൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അവരെ എല്ലാം മാറ്റി നിർത്തി നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ആ രീതിയിലുള്ള ഒരു കാരണവും നമുക്ക് വിശദീകരിക്കുവാനില്ല. കർത്താവിൻ്റെ സർവാധികാരത്തിൽ കർത്താവ് അത് ചെയ്തു. ഫോർഗിവ്നെസ് ഈസ് ദേർ. കർത്താവ് ഇന്നും നമ്മെ ക്ഷമിക്കുവാൻ കഴിവുള്ളതും ആഗ്രഹമുള്ള ഒരു ദൈവമാണ്. നമ്മുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിക്കളയുവാൻ കർത്താവിനെ കൊണ്ട് സാധിക്കും. നമ്മെ നീതീകരിക്കുവാൻ കർത്താവിനെ കൊണ്ട് സാധിക്കും. പുതിയ വസ്ത്രം നമുക്ക് നൽകുവാൻ കർത്താവിനെ കൊണ്ട് സാധിക്കും. എന്നാണ് നാം നമ്മുടെ സഹോദരന്മാരോട് എന്താ ചെയ്യേണ്ടത്? സെഖറിയാവ് ചെയ്തതുപോലെ കർത്താവ് ഇതൊക്കെയും ഒരു സഹോദരന്റെയോ സഹോദരിയുടെയോ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, സെഖറിയാവ് ചെയ്തതുപോലെ അത് നാം കാണുമ്പോൾ അവരോട് അസൂയപ്പെടുകയല്ല ചെയ്യേണ്ടത്, അവരെ വീണ്ടും താഴ്ത്തുകയല്ല ചെയ്യേണ്ടത്. നാം എന്താ ചെയ്യേണ്ടത്? അവരുടെ തലയിൽ ഒരു വെടിപ്പുള്ള മൂടി വെക്കണം. അതിന്റെ അർത്ഥം എന്താണ്? അവരെ കർത്താവ് ആദരിച്ചെങ്കിൽ നാം വീണ്ടും കുറച്ചുകൂടി ആദരവ് അവർക്ക് കൊടുക്കുവാൻ ശ്രമിക്കണം, അവരെ ഉയർത്തുവാൻ ശ്രമിക്കണം. കാരണം കർത്താവാണ് അവർക്ക് വെടിപ്പുള്ള വസ്ത്രങ്ങൾ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം ആരുടെ ഭാഗത്താവുന്നത്? ക്രിസ്തുവിന്റെ ഭാഗത്ത്
ആവുന്നത്. ദർ ഇസ് സൈറ്റൻ സൈഡ് ആൻഡ് ക്രൈസ്റ്റ് സൈഡ്. രണ്ട് മിനിസ്ട്രീസ് ഉണ്ട്, ശുശ്രൂഷകളുണ്ട്. സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുറ്റം ചുമത്തൽ മാത്രമാണ്. ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സഭയെ പണിയുവാനുള്ള കാര്യങ്ങൾ, മധ്യസ്ഥതയുടെ കാര്യങ്ങൾ, നമ്മെ ഉയർത്തുവാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നാം കൂട്ടു സഹോദരങ്ങൾക്ക് സഭയിൽ ഒരു ഉണർവിന് വേണ്ടി, സപ്പോർട്ടിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം ക്രിസ്തുവിന്റെ ഭാഗത്താണ്. നാം മറ്റുള്ളവരെ കുറ്റം ചുമത്തുമ്പോൾ നാം സാത്താന്റെ ഭാഗത്തായി പോകുന്നു. ആ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ഭരിക്കട്ടെ. പിന്നീട് നാം വായിക്കുന്നു, ഇങ്ങനത്തെ അവസ്ഥയിലായി തീരുന്ന യോശുവയോട് ദൈവം പറയുകയാണ്, നീ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങൾ. you have to walk in my ways and you have to do my service. നീ എൻ്റെ വഴികളിൽ നടക്കണം, നീ എൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ. നീ എൻ്റെ വഴികളിൽ നടക്കണം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വഴികൾ മനസ്സിലാക്കി ആ വഴിയിൽ സഞ്ചരിക്കണം. പലപ്പോഴും നാം ആ വഴി അറിയാതെ തന്നെയാണ് പോകുന്നത്. ആ വഴി എന്താന്ന് പോലും നമുക്കറിയത്തില്ല. ആ വഴി അറിയാതെയാണ് നാം സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നീ എൻ്റെ കാര്യങ്ങൾ ചെയ്യണം. കർത്താവിൻ്റെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. ദൈവസഭയിൽ നമുക്ക് ചില കാര്യങ്ങൾ അജണ്ട ഉണ്ടാക്കി ചെയ്യുവാനല്ല, ദൈവം എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ വഴി എന്താണ്, ആ വഴി ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ഇരുന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, യഹോവയായ കർത്താവ് പറയുകയാണ്, അങ്ങനെ വന്നാൽ നീ ഇതിനെ പരിപാലിക്കും, നീ എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കും, നീ എൻ്റെ ആലയത്തിൽ കയറി വരുവാനും അവിടെ ആഗമനം ചെയ്യുവാനുള്ള അനുവാദം ഞാൻ നിനക്ക് നൽകും. അല്ല, നിനക്ക് അനുവാദമില്ല. അതിൻ്റെ അർത്ഥം എന്താ? നാം ഒക്കെയും അനുവാദം ലഭിച്ചിട്ടാണോ ഇതിൻ്റെ അകത്തേക്കൊക്കെയും പ്രവേശിക്കുന്നത്? ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നാം ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അത് നന്മയ്ക്കായിട്ട് തീരും എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ദൈവസഭയിൽ ചെയ്യുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, നാം കാട്ടിക്കൂട്ടുന്ന ഒന്നും ദൈവത്തിന് പ്രസാദകരമായിരിക്കത്തില്ല. അത് ദൈവാലയത്തിൻ്റെ പണികളായിട്ട് നമുക്ക് കാണുവാനും സാധ്യമല്ല. അതിൽ നിന്ന് ദൈവത്തിൻ്റെ ആലയം പണിയപ്പെടുത്തുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വീണ്ടും നാം ചിന്തിച്ചു, എങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് ഉള്ളത്? അടിസ്ഥാനം ഈ ആലയത്തിനുണ്ട്. ദർ ഈസ് എ ഫൗണ്ടേഷൻ. അതിൻ്റെ മുകളിലാണ് നാം പണിഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. 8, 9, 10 വാക്യങ്ങൾ നാം ചിന്തിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം കണ്ടു. മൈ സെർവൻറ്റ്, ദി ബ്രാഞ്ച് ആൻഡ് ദ സ്റ്റോൺ, സെവൻഫോൾഡ് സ്പിരിറ്റ്സ്. കർത്താവായ യേശു ക്രിസ്തുവിനാണ് സകല പ്രാധാന്യവും ഈ ദൈവസഭയിൽ ഉള്ളത്. ഈ ചിത്രീകരണം എല്ലാം നാം കാണുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്. ഈ കർത്താവായ യേശു ക്രിസ്തു വേണം നമുക്ക് ബുദ്ധിയും ജ്ഞാനവും ഈ ആത്മാവെല്ലാം, ഈ കഴിവുകളെല്ലാം നൽകി നമ്മളെ നയിക്കേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സഭയെ പണിയുവാൻ സാധിക്കത്തുള്ളൂ. ഐ വിൽ റിമൂവ് ഇനിക്വിറ്റി ഓഫ് ദാറ്റ് ലാൻഡ് ഇൻ വൺ ഡേ. ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് നമ്മുടെ അകൃത്യങ്ങളെല്ലാം മാറ്റി നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സഭ പണിയുമ്പോൾ ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. 10-ാം വാക്യം, എവ്രി വൺ ഓഫ് യു വിൽ സിറ്റ് അണ്ടർ ഹിസ് വൈൻ ആൻഡ് അണ്ടർ ഹിസ് ഫിഗ് ട്രീ. ദൈവത്തിൻ്റെ സ്വസ്ഥതയും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ നിത്യമായിട്ടുള്ള ആ ഒരു വാസത്തിലേക്ക് നാം പ്രവേശിക്കും, സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിക്കും. നമ്മോട് ചേർന്ന് വരുന്ന, നമ്മുടെ ഈ വിശ്വാസം കണ്ട്, നമ്മുടെ സാക്ഷ്യം കണ്ട്, സഭയുടെ സാക്ഷ്യം കണ്ട് നമ്മുടെ അടുക്കിലേക്ക് വരുന്ന, ഈ മരത്തിൻ്റെ അടുത്തിലേക്ക് തണൽ തേടി വരുന്ന എല്ലാവരും അതിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ സാധ്യതകൾ, വാതില് കർത്താവ് തുറന്ന് നൽകിയിട്ടുണ്ട്. ഈ ദർശനത്തിലൂടെ, ഈ ചിത്രീകരണങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. സഭയായിട്ട് ദൈവം വലിയ ഉത്തരവാദിത്തങ്ങളാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജോഷുവയുടെ ജീവിതത്തിൽ മഹാപുരോഹിതനാണ്. തൻ്റെ ജീവിതത്തിലും ചില പോരായ്മകൾ വന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. ദർശനം അതാണ് കാണിക്കുന്നത്. നാം ഏത് തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും, ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, ഏത് ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും, നാം ഏറ്റവും താഴെയാണെങ്കിലും ഏറ്റവും മുകളിലാണെങ്കിലും ഈ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തനാണ്. നമ്മുടെ പിതാവായ ദൈവം വിശ്വസ്തനാണ്. തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മെ തന്നെ ക്രമപ്പെടുത്തി മുമ്പോട്ട് ജീവിക്കുവാൻ. നമ്മുടെ അത്യധികമായിട്ട് നമ്മുടെ ഒരേ ഒരു ജോലി, നാം ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സഭയെ പണിയുവാൻ വേണ്ടി, ഇതിൻ്റെ അംഗത്വം കുറച്ചുപേരുടെ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി, ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം നിലനിൽക്കുന്നത്. അതാണ് നാം ചെയ്യാൻ നമ്മെക്കുറിച്ച് കർത്താവ്
ആഗ്രഹിക്കുന്നത്. അത് പാപത്തിൽ നിലനിന്ന് നമുക്കൊരിക്കലും ചെയ്യുവാൻ സാധ്യമല്ല. യോശുവയുടെ ആ വസ്ത്രം മലിനമായിരിക്കുമ്പോൾ, മുഷിഞ്ഞിരിക്കുമ്പോൾ തനിക്ക് ഈ പ്രവർത്തനങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വഴികൾ അറിയാതെ, ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യാതെ തനിക്ക് ഈ കാര്യങ്ങൾ ഒരിക്കലും പ്രവേശിക്കുവാൻ സാധ്യമല്ല. നമ്മെ തന്നെ ഒന്ന് നമുക്ക് അവലോകനം ചെയ്യാം, ചിന്തിക്കാം. നാം ദൈവത്തിന്റെ സഭയിൽ ഓരോ ശുശ്രൂഷകളും ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത്? ദൈവത്തെ നാം എങ്ങനെ ആരാധിക്കുന്നത്? ദൈവത്തിന് വേണ്ടി നാം എങ്ങനെയാണ് പാട്ട് പാടുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ നാം എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നത്? നാം എങ്ങനെയാണ് കോട്ടേജ് മീറ്റിങ്ങിന് കടന്നു വരുന്നത്? നാം ദൈവസന്നിധിയിൽ മറ്റൊരാളെ സഹായിക്കുന്നത് എങ്ങനെയാണ്? ഒരാൾക്കൊരു വീഴ്ച വന്നാൽ നാം എങ്ങനെയാണ് അവരെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത്? ദൈവം അവരെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അവരെ നാം വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നത്? നാം എങ്ങനെയാണ് മറ്റുള്ളവരെ ഈ വിശ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഈ വിഷയങ്ങളെല്ലാം നാം ഒന്ന് ചിന്തിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ കർത്താവ് ഇതിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഈ പഠനത്തിലൂടെ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മുടെ സഭയിൽ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ പത്തനംതിട്ട ബ്രദറൻ അസംബ്ലിയിൽ സഭ പണിയുവാൻ, ദേവാലയം പണിയുവാൻ, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, വഴികളെ അറിയുവാൻ, അതിലൂടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവേശിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 225